ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ശാക്തേയ ദേവിയുടെ സാന്നിധ്യം കൊണ്ട് ഏറെ പ്രസിദ്ധമാണ് കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവ്. മാടായിക്കാവിലെ നിറയുടെ ഭാഗമായി നടക്കുന്ന കതിർ എഴുന്നള്ളത്ത് എന്ന ചടങ്ങ് കാണുവാനുള്ള ഒരു ഭാഗ്യം മാടായിപ്പാറയിൽ വെച്ച് എനിക്കുണ്ടായി. വടക്കൻ മലബാറിലെ അപൂർവമായ ചില ചടങ്ങുകളിലൊന്നാണ്, ക്ഷേത്ര ആചാരപ്രകാരമുള്ള ചടങ്ങുകളിലൊന്നാണ് നിറയും അതുപോലെ ഈ കതിർ പൊലിക്കൽ എന്നുള്ള ഈ ചടങ്ങ്. ചൂടാട് എന്ന സ്ഥലത്തുള്ള തെക്കൻ തറവാട്ടുകാരാണ് ഇതിൻ്റെ അവകാശികൾ. ഇവിടുത്തെ മൂത്ത കാരണവരെ പൊള്ള എന്നാണ് വിളിക്കുന്നത്. ബാബുൽ സംഗീതം മനസ്സിൻ്റെ ഉള്ളറകളിലേക്കാണ് കിനിഞ്ഞിറങ്ങുക. അതുപോലെ അപൂർവതയാർന്ന ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം മാടായിപ്പാറയിലെത്തിയപ്പോൾ കണ്ടത്. മഴവില്ലിൻ്റെ നിറഭംഗിയുള്ള ചില കാഴ്ചകൾ പ്രകൃതി നമുക്കായി ഒരുക്കി വെക്കാറുണ്ട്. ചക്രവാള സീമയിൽ നിന്ന് പൊട്ടിമുളച്ച പോലെ ഒരു ചെറു ഘോഷയാത്ര. നീലവസന്തത്തിൽ കുളിച്ചു നിൽക്കുന്ന മാടായിപ്പാറയിലെ ഒറ്റയടിപ്പാതയിലൂടെ അതങ്ങനെ മെല്ലെ കടന്നു വരുന്നു. പഴയകാല മലയാള സിനിമയുടെ അഭ്രപാളികളിലൂടെ മിന്നിമറഞ്ഞുപോയ കാഴ്ച പോലെ. മാടായിക്കാവിലെ നിറയുടെ തൊട്ടുതലേന്നാണ് ഞാൻ മാടായിക്കാവിലും പാറയിലും എത്തിയത്. നിറയുടെ പ്രാരംഭമായി നടക്കുന്ന ചടങ്ങാണിത്. മാടായിക്കടുത്ത ചൂടാട് നിന്നാണ് ഈ സംഘത്തിൻ്റെ വരവ്. മാടായിക്കാവിൽ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ ദൂരം. മാടായിക്കാവിൻ്റെ അനുബന്ധ ക്ഷേത്രമായ വലിയ വളപ്പിൽ കാവിൽ നിന്നാണ് നെൽക്കതിരുമായി ഇവരുടെ വരവ്. തെക്കൻ തറവാട്ടുകാർക്കാണ് ഇതിനുള്ള അവകാശം. ഇവരുടെ സ്ഥാനപ്പേര് പൊള്ള എന്നും തെക്കൻ പൊള്ള എന്നും അറിയപ്പെടുന്നു. ശ്രീ ഗോപാലൻ എന്നവരാണ് തറവാടിലെ ഇപ്പോഴത്തെ മൂത്ത കാരണവർ. അദ്ദേഹമാണ് തെക്കൻ പൊള്ള എന്ന സ്ഥാനം വഹിക്കുന്നത്. തറവാടിന് സ്വന്തമായുണ്ടായിരുന്ന കൃഷിയിടത്തിലെ നെല്ല് കൊയ്തെടുത്താണ് പണ്ടുകാലത്ത് കതിരെഴുന്നള്ളത്ത് നടത്തിയിരുന്നത്. പാടം കൃഷിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ ഇപ്പോൾ കരയിലൊക്കെയാണ് നെല്ല് വിതയ്ക്കുന്നത്. അതിനും സാധ്യമല്ലാതെ വന്നാൽ മറ്റ് കൃഷിയിടങ്ങളിൽ നിന്നും കതിര് ശേഖരിക്കും. കതിരെഴുന്നള്ളത്തിന് തുടി എന്ന വാദ്യമാണ് ഉപയോഗിക്കുന്നത്. ഈ സംഘത്തോടൊപ്പം 2 വാദ്യക്കാരുണ്ട്. തെക്കൻ പൊള്ളയെ കൂടാതെ പ്രേമചന്ദ്രൻ തെക്കൻ, കണ്ണൻ തെക്കൻ, പത്മനാഭൻ തെക്കൻ, വേലായുധൻ തെക്കൻ എന്നിവരും ഈ സംഘത്തിലുണ്ട്. സ്ഥാനികർക്ക് ഇത്തരം ചടങ്ങുകൾക്ക് മുന്നോടിയായി വ്രതശുദ്ധിയുടെ ഒരു കാലമുണ്ടാവും. ദീർഘദൂരം നടക്കുന്നതിനൊക്കെയുള്ള ദേഹബലം നൽകുന്നത് ഈ വ്രതശുദ്ധിയാണ്. വാക്കുകളിലൂടെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമാണ് ഈ കതിർ ഘോഷയാത്രയ്ക്ക്. മാടായിപ്പാറയുടെ കഠിന വഴികളിലൂടെ നഗ്നപാതനായാണ് തെക്കൻ പൊള്ളയുടെ നടപ്പ്. ഇവിടെയുള്ള ആചാരത്തറയെ 3 വട്ടം പ്രദക്ഷിണം ചെയ്ത് നെല്ല് തറയിൽ സമർപ്പിക്കുന്നു. ഈ സമയത്ത് തുടിയുടെ ഘോഷം മൂർധന്യത്തിലാവുന്നു. വൈവിധ്യമാർന്നതാണ് ഉത്തരമലബാറിലെ ആചാര അനുഷ്ഠാനങ്ങൾ. കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോവാതെ അവ ഇന്നും നിലനിൽക്കുന്നു. ശ്രീ ഗോപാലൻ പൊള്ളയെ പോലുള്ളവർ അത് കൃത്യനിഷ്ഠയോടെ കാത്തുസൂക്ഷിച്ചു പോരുന്നു. ഇനി വരുന്ന തലമുറയ്ക്കും ഇത് തുടർന്നു കൊണ്ടുപോകാൻ ആവണം എന്ന് തന്നെയാണ് മനസ്സിലുള്ള ആഗ്രഹം. അതിവിപുലമായ ഒരു ജീവശൃംഖലയുടെ ഉറവിടമാണ് മാടായിപ്പാറ.
ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ ഇത് എത്ര കാലം ഇങ്ങനെ നിലനിൽക്കും എന്നൊരു ഭയം സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇതിനെ സർവനാശത്തിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് അവിടെ എത്തുന്ന പലരും. പാറയിലുടനീളം മദ്യക്കുപ്പികൾ അടിച്ചുപൊട്ടിച്ചതിന്റെ ചില്ലുകൾ ചിതറിക്കിടക്കുന്നത് കാണാം. ആരോടാണ് ഇവർക്കുള്ള പകയും വിദ്വേഷവും എന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. മദ്യപിക്കാനും ചില്ല് എറിഞ്ഞുടക്കാനും നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാടായിപ്പാറ അതിനെ വെറുതെ വിട്ടേക്കൂ, അതങ്ങനെ നിലനിന്നോട്ടെ. അതിനൊപ്പം ജീവിക്കുന്ന ഒട്ടേറെ ജീവജാലങ്ങളും. മാടായിക്കാവിന്റെ പ്രതിനിധി ഈ കതിർ സ്വീകരിക്കുന്നതാണ് അടുത്ത ചടങ്ങ്. കതിർ സമർപ്പണത്തിനായി ഇവിടെ എത്തിയ എല്ലാവർക്കും തീർത്ഥജലം നൽകുന്നു. തീർത്ഥജലം തളിച്ച് കതിർ ഒന്നുകൂടി ശുദ്ധി ചെയ്യുന്നു. ഇവിടെ എത്താൻ ഒരല്പം വൈകിയിരുന്നെങ്കിലോ ഒരല്പം നേരത്തെ എത്തിയിരുന്നെങ്കിലോ ഈ ചടങ്ങ് കാണാൻ സാധിക്കുമായിരുന്നില്ല. കാഴ്ചകളുടെ ഉപാസകന് പ്രകൃതി നൽകുന്ന ഒരു വരദാനം തന്നെയാണിത്. മാടായിപ്പാറയിൽ പോവുക എന്നത് മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത പോലുമായിരുന്നില്ല ഇന്ന്. എങ്കിലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം അവിടെ എത്തി. ഇങ്ങനെയൊരു ചടങ്ങിന് സാക്ഷിയാവാനും സാധിച്ചു. മനസ്സ് നിറഞ്ഞിരിക്കുന്നു, എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും. മാടായിക്കാവിലമ്മയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യഭൂമിയാണിത്. ഈ ഭൂമിക ആചന്ദ്രതാരം ഇതുപോലെ തന്നെ പരിലസിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.